എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഊത്തപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ചു. ഈ 3 മുട്ട ആ പാനിലേക്ക് ഓരോ മുട്ടകളായിട്ട് നമ്മളങ്ങോട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓരോ മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം മാത്രം നമുക്കിതിനെ ഒരുമിച്ച് ആ തീ അങ്ങോട്ട് കൂട്ടി ഇട്ട് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ തീ ഒരുപാട് അങ്ങോട്ട് കൂട്ടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമുക്ക് ഈ 3 മുട്ടകളും കൂടി വെറുതെ പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മുട്ട പൊട്ടിക്കുന്നത് വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ സൽമാനാണ്. അതാണ് ഞാൻ പറഞ്ഞു, അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു മുട്ട പൊട്ടിക്കൽ. നിങ്ങൾക്കും കാണുമ്പോൾ തോന്നുമല്ലേ, മുട്ട പൊട്ടിക്കാനൊക്കെ ചെറിയ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ. പിന്നെ ഇതിലോട്ട് നമ്മൾ കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരല്പം ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് യോജിപ്പിക്കുക. എല്ലാം കൂടി ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് അങ്ങോട്ട് യോജിപ്പിക്കുക. ഓരോന്നും ഒന്നിനെ തൊട്ട്, അതായത് ഒരു തോരൻ പരുവം ആവണം, അതേ വരെ നമ്മളിതിനെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇത് വെന്തിട്ട് ചെറിയ കട്ടകൾ പോലെ നമുക്ക് ഉടഞ്ഞ് കിട്ടും. ആ രീതിക്ക് നമ്മളിത് ആക്കിയെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കൂട്ട് തയ്യാറാവുന്നത്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഒരു തോരൻ്റെ പരുവൊക്കെ ആയില്ലേ. ഇനി കുറച്ചുകൂടി ഉണ്ട് കേട്ടോ, ഇതിനെ വിട്ട് വരണം. ആ രീതിക്ക് നമ്മളിതിനെ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു എഗ്ഗൊക്കെ ആക്കി നമ്മൾ മാറ്റി വെച്ചു. ആ ഒരു സമയത്ത് നമ്മളിതിൽ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഒക്കെ നമ്മൾ അരിഞ്ഞ്, പിന്നെ കുറേ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവരവരുടെ അളവിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല സ്ലൈസായിട്ട്. പിന്നെ എല്ലാം നല്ല രീതിയിൽ ഇതേപോലെ ഇരിക്കണം ക്യാരറ്റ്. അതാകുമ്പോൾ പിന്നെ നമുക്കൊരു ഹാഫ് വേവൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് ഒണിയൻ എടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ സബോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഊത്തപ്പം ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ കണ്ടില്ലേ, തോരൻ്റെ മാതിരി നമ്മളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഇന്നത്തെ റെസിപ്പി അങ്ങോട്ട് തയ്യാറാക്കാൻ. പിന്നെ ഞാൻ നേരത്തെ ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു വലിയ പാത്രം എടുത്തിട്ട് എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് മിക്സ് ആക്കണം കേട്ടോ. ആ ഒരു തക്കാളിയും സവാളയും പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും എല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ എല്ലാം കൂടി അങ്ങ് മിക്സാക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അതോ കുറേ ജോലി അങ്ങോട്ട് നമുക്ക് കഴിഞ്ഞ പോലെ തോന്നും. ഈ അരിഞ്ഞെടുക്കാനുള്ളൊരു പാട് മാത്രമേ ഉള്ളൂ ഊത്തപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മുട്ട ഒന്ന് ഒരു ഫ്രൈ ചെയ്ത് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ കൂടിയിട്ട് എല്ലാത്തിലും കൂടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ഉപ്പ് ഒന്ന് കുറവാണെങ്കിലോ, അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒന്നുകൂടി ഇട്ട് പാകമാണോ എന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കയ്പ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ദോശ ഫുള്ള് അങ്ങോട്ട് കയ്പ്പാവും. പിന്നെ ഊത്തപ്പത്തിന് പകരം കയ്പ്പപ്പം നമ്മൾ കഴിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇനി ഞാൻ ആ പാൻ അങ്ങോട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മുടെ ഊത്തപ്പത്തിൻ്റെ ആദ്യത്തെ, അതായത് ദോശമാവ് നമ്മൾ അതിലോട്ട് കോരി ഒഴിച്ചു. ഈ ദോശമാവ് വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിന് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല. വെറുതെ ദോശമാവ് പിന്നെ ഗോതമ്പ് മാവ് കലക്കിയിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പും ചെറുതായിട്ട് ഒത്തിരി സോഡയും കൂടി ഇട്ട്, അത്ര തന്നെയാണ് നമ്മുടെ ഈ ഒരു മാവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതൊന്ന് ഈ ഒരു നമ്മുടെ മാവ് കോരി ഒഴിച്ചാൽ പിന്നെ അതിലേക്ക് നമ്മൾ
ഒരു ജസ്റ്റ് ഒരു കുമിള വരാൻ വേണ്ടി അധികം ഒന്നും കാത്തിരിക്കേണ്ട. ഗോതമ്പ് മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് അതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എല്ലാ സ്ഥലത്തും ഇതങ്ങോട്ട് പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലായിടത്തും നമ്മുടെ ഈ ഒരു പിന്നെ ഊത്തപ്പത്തിൻ്റെ ആ ഒരു കൂട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. പിന്നെ ഗോതമ്പ് മാവ് കഴിക്കാനായിട്ട് പാടുള്ളവർക്ക് എല്ലാവർക്കും ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സന്തോഷമായിട്ട് കഴിക്കുകയും ചെയ്യാം. ഒരു ദിവസമൊക്കെ നമ്മൾ രാവിലെ ഇപ്പോൾ അരി ആട്ടി വയ്ക്കാനോ ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊന്ന് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ ഒന്ന് ചുട്ടു ഇതേപോലെ നമ്മൾ കോരി ഒഴിക്കുക. ജസ്റ്റ് ഒന്ന് കുമ്പള പോലെ ഒന്ന് വന്നാൽ അതിന് മുന്നേ തന്നെ നമുക്കിത് അതിൽ പിടിച്ചോളും. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ എല്ലായിടത്തും മിക്സ് ആവത്തക്ക രീതിയിൽ നമ്മൾ ഇതിനെ അങ്ങോട്ട് വിതറി ഇട്ട് കൊടുക്കുക. ശരിക്കും അത് കാണുമ്പോൾ തന്നെ കണ്ണിനൊക്കെ ഒരു അഴകാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളവിടെ വറുത്ത് ഓരി വെച്ചിരിക്കുന്നത് നമ്മുടെ പിന്നെ എന്താ സംഭവം, ആ എഗ്ഗും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഊത്തപ്പം ഇവിടെ റെഡിയായി. വീണ്ടും കുറച്ച് നെയ്യും കൂടി ഇങ്ങനെ ചാർത്തി കൊടുക്കുക. അങ്ങനെ ഓരോന്നും നമ്മളിത് ഇതേപോലെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ ഇവിടെ കഴിക്കാത്തവർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. കഴിച്ചോട്ടെ എന്ന് ഒരു പേര് കൂടി ഇപ്പോൾ ചോദിച്ചു തുടങ്ങി. അങ്ങനെ നമ്മളിതാ ഊത്തപ്പം ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. പിന്നെ കറി ഇല്ലാതെ ഇത് കഴിക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾസും അതിൽ തന്നെ നമ്മൾ കറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാ വെജിറ്റബിൾസും ഉണ്ട്, എഗ്ഗുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് ഇത് കഴിക്കാനായിട്ട് കുറച്ച് കറിയും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ വിചാരിക്കുന്ന പോലെ അല്ല, ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെയെങ്കിൽ കുറച്ച് കറി ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ചട്നി വേണം, പിന്നെ സാമ്പാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളവർ ഇഷ്ടപ്പെടുന്ന കറികൾ. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ മറന്നുപോയി കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്നത് അതേ രുചിയിൽ, അതിനേക്കാൾ ടേസ്റ്റി ആയിട്ട്, അതിനേക്കാൾ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഊത്തപ്പം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഊത്തപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ശരിക്കും പറഞ്ഞാൽ എത്ര കഴിച്ചാലും മതി വരില്ല, അത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞ ദോശ. അതായത് നമ്മളിങ്ങോട്ടൊക്കെ ദോശ എന്ന് പറയും, പിന്നെ ഊത്തപ്പം എന്ന് പറയാം. എല്ലാവർക്കും ഗോതമ്പ് ഊത്തപ്പം. പിന്നെ ഇനി നമുക്ക് അങ്ങനെ കുറച്ച് ദോശകൾ നമ്മൾ ചുട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനുള്ള കറി കൂടി തയ്യാറാക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു പരിപാടിയിലേക്കാണ് ഞാൻ കടക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ ഈ ഒരു സൈഡ് മറിച്ചിടണമെന്നില്ല കേട്ടോ, ഇങ്ങനെ വെച്ചിട്ട് തന്നെയും ഉണ്ടാക്കാം. പക്ഷേ ഞാൻ വിചാരിച്ചെന്താണ്, ഇതേപോലെ ഒന്ന് മറിച്ചിടുമ്പോൾ ഉണ്ടല്ലോ രണ്ട് സൈഡിലും ആ ഒരു നമ്മൾ അപ്പുറത്ത് ഇട്ട് കൊടുത്ത വെജിറ്റബിൾസിൻ്റെയൊക്കെ ആ ഒരു പച്ചപ്പ് മണം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് മാറി അത് ഒന്ന് ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അതേ രീതിയിൽ ഇത് ഇട്ട് കൊടുത്തത്. ശരിക്കും അങ്ങനെ ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പുറം ഇപ്പുറം നമ്മൾ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചട്നിക്കുള്ള പരിപാടി നോക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചിയും കുറച്ച് പിന്നെ സവാളയും, ചെറുതായിട്ട് അരിഞ്ഞ സവാള, ചെറിയുള്ളിയാണ് നല്ലതാട്ടോ. ഞാനിവിടെ എനിക്ക് ചെറിയുള്ളി അരിഞ്ഞെടുക്കാൻ ഇച്ചിരി സമയം പിടിക്കും, അതുകൊണ്ട് അതിനെക്കാട്ടി ഞാൻ എടുക്കുന്നത് സവാളയാണ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് കടുക് താളിച്ചത് ഇതേപോലെ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ചമ്മന്തി കറി ഇവിടെ റെഡിയാകും.
അപ്പോൾ ഈ ചമ്മന്തിക്കറിയുടെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കത് ഇത് നല്ല രസമുള്ള ചമ്മന്തിയാണ് കേട്ടോ. ഇച്ചിരി കുറവ് ആ ഒരു പാകത്തിന് വേണം നമുക്ക് ഇത് കാച്ചിയെടുക്കേണ്ടത്. അപ്പം നമ്മുടെ ചമ്മന്തി കറിയും അതുപോലെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാറും പിന്നെ നമ്മുടെ ഊത്തപ്പവും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി എല്ലാവരെയും കഴിക്കാൻ വിളിക്കണം. അങ്ങനെ എല്ലാവരും കഴിക്കാനായിട്ട് വന്നെത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ചമ്മന്തിക്കറി സൂപ്പർ ടേസ്റ്റാട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ചമ്മന്തിക്കറി, പിന്നെ നമ്മുടെ സാമ്പാർ, പിന്നെ കുഴലപ്പം, ഇതെല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ ഇനി ഇരുന്ന് കഴിക്കുക. ഇതിന്ന് ഒന്ന് കഴിക്കുമ്പോൾ തന്നെ നിറയും കേട്ടോ. ആ ഒരു ഊത്തപ്പവും പിന്നെ ആ ചട്നിയുടെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാട്ടോ. പക്ഷെ സാമ്പാർ അത്ര പോരാ. സൽമാനും സാമ്പാർ അത്രത്തോളം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എനിക്കും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ചട്നിയാണ് സംഭവം സൂപ്പറാക്കിയിട്ടിരിക്കുന്നത്. അതിനോട് കിടപിടിക്കാനായിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പം ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കമൻ്റ് ഇടാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. അവരൂടി കാണട്ടെ, അവരൂടി ഉണ്ടാക്കട്ടെ ഇതേപോലുള്ള ഐറ്റംസൊക്കെ. പിന്നെ നമ്മൾ എല്ലാവരും അങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്.